നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് ചോറ്, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു 3 മുതൽ 4 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ളതാണ്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തായിട്ടൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു 8 മുതൽ 10 ചെറിയുള്ളിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ആയാലും മതിയാകും. മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ വെളുത്തുള്ളി ആവശ്യമായിട്ടുണ്ട്. 2 വലിയ വെളുത്തുള്ളിയും 4 ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. വലിയ വെളുത്തുള്ളി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മുതൽ 5 വെളുത്തുള്ളി വരെ എടുക്കുക. ഇനി ഒരു പുളിക്ക് വേണ്ടിയിട്ട് വാളൻപുളിയാണ് എടുത്തേക്കുന്നത്. ഈ ഒരു അളവിൽ വാളൻപുളി എടുക്കുക. അതിൻ്റെ സീഡ് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല, കരിവേപ്പില ഇവയെല്ലാം ചേർത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തേക്കണേ. അതായത് ഇതിൽ ചേർത്തേക്കുന്ന ചെറിയുള്ളിയും പുളി എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടണം. ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം കടായിലോട്ട് ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുട്ട പൊട്ടിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചില വെച്ചിട്ട് അതിൻ്റെ യോക്ക് പാർട്ടുണ്ടല്ലോ ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഇത് നമുക്കൊന്ന് ചിക്കിയെടുക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടും. ഒത്തിരി അങ്ങ് അടച്ചു വെക്കേണ്ട. അതായത് ഒരു മാക്സിമം ഒരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാകും. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മുട്ട ചെറുതായിട്ട് കുക്കായി തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജ് മതിയാകും. ഇനി നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിക്കിയെടുത്ത് ചെറുതായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ചെറുതായിട്ടൊന്ന് ചിക്കിയെടുക്കല്ലേ. കുറച്ച് മുട്ട നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ആ ഒരു സ്റ്റേജിലായിരിക്കണം ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കാനായിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. 1-2 മിനിറ്റ് ആകും കേട്ടോ ഈ ഒരു സ്റ്റേജ് എത്താനായിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് വേണ്ടിയിട്ട് ഒന്നുകിൽ കുരുമുളക് പൊടി ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചതച്ച് ചേർക്കുക. ഞാനിപ്പോൾ വറ്റൽമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണേ. ഇത്രയേ ഉള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ആ സെയിം കടായിലോട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അതിനുശേഷം കടുക്, വറ്റൽമുളക്, കരിവേപ്പില ഇവയെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം കേട്ടോ. കടുക് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ആ ഒരു മസാലക്കൂട്ടിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. പ്രത്യേകിച്ച് ആ ഒരു ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്ത് വഴറ്റിയെടുക്കുമ്പോൾ ഫ്ലെയിം കൂടിപ്പോയല്ലേ. കാരണം ഇതിൽ മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കഴിഞ്ഞാൽ നേരത്തെ മസാലക്കൂട്ട് തയ്യാറാക്കിയ മിക്സി ഉണ്ടല്ലോ, ആ മിക്സിയിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മസാലക്കൂട്ട് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി 1-2 മിനിറ്റും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് എടുക്കുക. ഇതിലിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ നേരത്തെ മുട്ടയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മുട്ടയും കൂടി ഇതിൽ ചേർക്കാനായിട്ടുണ്ട്. അതിനുശേഷം ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച ചുവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതായത് മുട്ടയും മസാലയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. സമയം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നല്ല ഡ്രൈ ആക്കി എടുക്കുന്നവരെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. അതായത് ഇത് നമുക്കൊരു തോരൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൽ നാളികേരം ചേർക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് എരിവും അതുപോലെ തന്നെ കുറച്ച് പുളിയുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ.
ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണേ. ഇനി ലാസ്റ്റ് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിൽ മല്ലിയില ചേർക്കണം നിർബന്ധമില്ല, കാരണം ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ കരിവേപ്പില ചേർക്കുന്നതാണ് നല്ലത്. അതല്ല മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മല്ലിയില ചേർത്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫാക്കും, ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. തിരക്കുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ മടിയൊക്കെയുള്ള ദിവസങ്ങളിൽ വേറെ ഒരു കറി ഇല്ലയെന്നുണ്ടെങ്കിലും ഈ ഒരു കറി മാത്രം മതി കേട്ടോ, നന്നായിട്ട് ഊണ് കഴിക്കാനായിട്ട്. പിന്നെ ഇത് ചോറ്, ചപ്പാത്തി, പൊറോട്ടയുടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.